വളരെ ശ്രദ്ധിക്കുക. 15 ന്യായാധിപന്മാർ 15:14 അവൻ ലേഖിയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട്, ആരെന്ന് പറഞ്ഞാൽ സിംസാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. ആമേ ഹല്ലേലൂയ. അവന്റെ കൈ കെട്ടിയിരുന്നു. കയർ തീ കൊണ്ട് കരിഞ്ഞു ചണനൂലായി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ ദ്രവിച്ചു പോയി. ഹല്ലേലൂയ. എന്തിനാ സിംസാനെ കെട്ടിയത്? കാരണം എന്താണ്? ഇന്നൊരു കെട്ടിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. കെട്ടുവാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. ചില കെട്ടിനെ കുറിച്ചാണ്. പ്രൈസ് അല്ലാഹ്. ഹല്ലേലൂയ. എന്താണ് കാരണം? നമുക്ക് നോക്കാം. അതിന്റെ 15 2-ാമത്തെ വാക്യം വായിച്ച് നിങ്ങൾക്ക് കയറി വരാം. അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു. നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ട് അവളെ നിന്റെ തോഴന് കൊടുത്തുപോയി. അവളുടെ അനുജത്തി അവളെക്കാൾ സുന്ദരിയല്ലോ, അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിക്കോണം. അതിന് 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സിംസാൻ എന്ന് പറഞ്ഞാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് സിംസാൻ ഒരു കോലാട്ടിൻ കുട്ടിയെ കൊണ്ട് എന്റെ ഭാര്യയെ കാണുവാൻ ചെന്നപ്പോ ശയനഗ്രഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ പറഞ്ഞു, നിനക്ക് ഇതിനെ കണ്ട തോഴന് കൊടുത്തുപോയി. നിന്റെ ഭാര്യ ആർക്ക് കൊടുത്തു? നിന്റെ തോഴന് കൊടുത്തു, കൂട്ടുകാരന് കൊടുത്തു. അതുകൊണ്ട് നിന്റെ അനിയത്തി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എന്നുവെച്ചാൽ തന്റെ ഭാര്യയെ എന്നുവെച്ചാൽ മറ്റൊരാളിന് കൊടുത്തുപോയി എന്ന് അവിടെ അപ്പൻ പറഞ്ഞു. എപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അതിന് പകരം അനുജത്തി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ സുന്ദരിയാണെന്നാൽ സുന്ദരിയോ സൗന്ദര്യോ ഒന്നും വിഷയമല്ല. എന്നാൽ ആ ഒരു ഭാരം ദേശം ആർക്ക് വന്നു? സിംസാന് വന്നു. അപ്പോൾ അതിന് 3-ാമത്തെ വാക്യം വായിച്ചു. അതിന് ശിംശോൻ, ഇപ്പോൾ ഫിലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. അതിന് ശിംശോൻ ഇപ്പോൾ ഫിലിസ്ത്യർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു. എന്നാൽ ശിംശോൻ പോയി 300 കുറുക്കന്മാരെ ശിംശോൻ പോയി എങ്ങോട്ട് പോയി? ഉടനെ ശിംശോൻ പോയി ഒരു 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി. ഈ 2 വാലിൽ ഓരോ പന്തം വെച്ച് കെട്ടി. പ്രൈസ് നോക്കിയുള്ള ഫെലിസ്ത്യയുടെ വിളവിലേക്ക് തനിക്ക് അനിഷ്ടമെന്ന് ചെയ്തപ്പോ, തനിക്കെതിരായിട്ട് തിരിഞ്ഞപ്പോ ഹല്ലേലൂയ, സിംസാൻ ചെയ്തത് 300 കുറുക്കന്മാരെ പിടിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറുക്കന്മാരുണ്ടോ? 300 കുറുക്കന്മാർ ഒരുപാടുണ്ട്. ആമേ. ചില 300 കുറുക്കന്മാർ എപ്പോഴും വാലോട് വാല് പിടിച്ചങ്ങനെ വാലോട് വാല് ചേർത്ത്, അതിനകത്ത് മാത്രമല്ല പന്തമെടുത്ത് ഈ 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി അവര് ഫെലിസ്ത്യയുടെ മേൽ അങ്ങ് പറഞ്ഞു വിട്ട്. ഹല്ലേലൂയ. നോയിക്കോണം. ചിലതിനെ പിടിച്ചു കെട്ടുകയാണ്, ചില പിടിച്ചു കെട്ടുകയാണ്. ഹല്ലേലൂയ. ചില കുറുക്കന്മാരെന്ന് പകൽക്കാലം പിടിച്ചു കെട്ടുകയാണ്. നിനക്കെതിരായി നിൽക്കും, അനുഗ്രഹത്തിനെതിരായി നിൽക്കുമ്പോ, നിന്റെ വിടുതലിനെതിരായി നിൽക്കുമ്പോ, തടസ്സമായി നിൽക്കുമ്പോ ചില കുറുക്കന്മാരെ പിടിച്ചു കെട്ടുകയാണ്. കുറുക്കന്മാരെ 1 2 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് പിടിച്ചു കെട്ടി ഈ 2 വാലിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യയുടെ വിളവിലേക്ക് കറ്റയിലും എന്നുവെച്ചാൽ ഗോതമ്പൊക്കെ വിളഞ്ഞങ്ങോട്ട് കിടക്കിയ കൊയ്ത്ത് സമയമാണ്. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി. എന്നാൽ വലിയ നോക്കുന്ന 1 ഏക്കറിന് പാടശേഖര ഇങ്ങനെ കിടക്കുകയാണ്. വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് ആ പാടശേഖരത്തിലേക്ക് 300 കുറുക്കന്മാരെ അങ്ങോട്ട് പിടിച്ചു കെട്ടി പന്തവും കയറ്റി അതിനകത്തോട്ട് പറഞ്ഞു വിട്ട്, കുറുക്കൻ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ പന്തം കൊണ്ട് കയറിയ ഉണങ്ങിക്കിടക്കുന്ന പാകമായി കിടക്കുന്ന ഗോതമ്പിന്റെയും കത്തുവാൻ തുടങ്ങുക. ആമേ. 1 2 ഒരു ജനമല്ല ജനത്തെ എടുത്തത്, എന്നാൽ മൃഗത്തെ തന്നെ എടുത്ത് കുറുക്കന്മാരെ എടുത്ത് വിളവിലേക്ക് കടത്തിവിട്ടു. എന്നാൽ ആ തോട്ടം എന്ത് ചെയ്തു? നശിച്ചു. ആ ഒലിവ് തോട്ടമെല്ലാം കറ്റയും വിളവും ഒലിവ് തോട്ടമെല്ലാം ചുട്ടുകളഞ്ഞു. തീ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചുട്ടുകളയും. തീ പിടിച്ചു കഴിഞ്ഞാൽ കരിയും. ചില തീ പിടിച്ച കരിയോ. ഇന്ന് നിനക്കെതിരെ നിൽക്കുന്ന ചില പ്രശ്നത്തിനുമേ തീ പിടിക്കാൻ പോവുകയാണ്. ഇന്ന് നിനക്കെതിരിക്കുന്ന പ്രശ്നത്തിന്റെ മേല് ദൈവത്തിന്റെ ആത്മാ പറയുന്നുണ്ട്, നിന്റെ പ്രശ്നത്തെ കരിച്ചു കളയുക. ഇന്നിതാ പകൽക്കാലം ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. ഈ സംഭവം ഉണ്ടായപ്പോൾ ശത്രുപക്ഷത്തുണ്ടായപ്പോൾ അടങ്ങിയിരിക്കുമോ?
അടങ്ങിയിരിക്കത്തില്ല. അവരടങ്ങിയിരിക്കത്തില്ല. 6-ാമത്തെ വാക്യം, അവരടങ്ങിയിരുന്നില്ല. എന്താ അടുത്ത് സംഭവിച്ചത്? ഇത് ചെയ്തത് ആരെന്ന് ഫെലിസ്ത്യർ അന്വേഷിച്ചു. ഇത് ചെയ്ത ആരെന്ന് അന്വേഷിച്ചു. തിമ്നക്കാരന്റെ മരുമകൻ ശിംശോൻ എന്ന്. തിമ്നക്കാരന്റെ മരുമകനായ ശിംശോൻ. ഭാര്യ അവനെ എടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി. ഫെലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടു കളഞ്ഞു. നോക്കിയോ, ഇത് അറിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടു കളഞ്ഞു. അപ്പോൾ ശിംശോൻ അവരോട്, നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു. ഇത് ഫെലിസ്ത്യയുടെ വിളവ് ഭൂമിയിലേക്ക് കുറുക്കന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ അതിനകത്ത് എന്നുവെച്ചാൽ അമ്മാവൻ അവളെയും അതിനകത്ത് ഫെലിസ്ത്യൻ ചെയ്തു, അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടു കളഞ്ഞു. അപ്പോൾ ശിംശോൻ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കത്തില്ല, പ്രതികാരം ചെയ്യും. അപ്പൊ 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് അവരെ കഠിനമായി അടിച്ച്, ഞങ്ങളോട് ചെയ്തതുപോലെ അവനെ പിടിച്ചു കെട്ടുവാൻ, ശിംശോൻ ഞങ്ങളോട് ചെയ്തതുപോലെ തിരിച്ച് ശിംശോനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. ഫെലിസ്ത്യയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. നിന്നെ ഫെലിസ്ത്യയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് ചിലർ പുറപ്പെടുന്നുണ്ട്. നിന്നെ പിടിച്ചു കെട്ടുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇതാ വചനം വിളിച്ചു പറയുന്നു, നിന്നെ പിടിച്ചു കെട്ടുവാൻ പലർ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോൻ അവരോട്, നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുന്നതിനാൽ നിങ്ങൾ പിടിച്ചു കെട്ടാം, പക്ഷെ നിങ്ങൾ കൊല്ലത്തില്ല എന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് 13-ാമത്തെ വാക്യത്തിൽ അവർ അവരോട്, ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവനെ പിടിച്ച് കെട്ടിട്ട് എന്ന് വെച്ചാൽ അനുവാദം കൊടുത്തു. പിടിച്ചു കെട്ടണമെങ്കിൽ ശിംശോനെ പിടിച്ചു കെട്ടാൻ സമ്മതിച്ചു കൊടുക്കാതെ പറ്റത്തില്ല, കൊല്ലത്തില്ല എന്ന് പറഞ്ഞപ്പോ ഒന്ന് സമ്മതിച്ചു, നിങ്ങൾ പിടിച്ചു കെട്ടിക്കോ. എന്നാൽ അവർ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. ഹല്ലേലൂയ! എത്ര കയർ കൊണ്ട് കെട്ടി? 2 കയർ കൊണ്ട് കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! ആ സമയത്താണ് 15-14 നമ്മുടെ കുറുവാക്യത്തിൽ വായിച്ചു. ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. ഇത് ഫെലിസ്ത്യർ കണ്ടപ്പോൾ ശിംശോനെ കെട്ടിക്കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഫെലിസ്ത്യർ ആർത്തു. നോയിക്കൊള്ള നിന്റെ ഫെലിസ്ത്യരുടെ ശത്രു ആരാണ്? ശിംശോനാണ്. ഹല്ലേലൂയ! എന്നാൽ ഫെലിസ്ത്യർ ശിംശോനെ കണ്ടപ്പോൾ ആർത്തുഘോഷിച്ചു. അപ്പോൾ യഹോവയുടെ ആത്മാവ് നോയിക്കൊള്ള കൈ കെട്ടിയവന്റെ മേലെ 2 കയറുകൊണ്ട്, പുതിയ കയറുകൊണ്ട് കെട്ടിയവന്, നീ ഒരു ദൈവത്തിന്റെ പൈതല, അഭിഷേകം ആരുമേലുണ്ട്? ശിംശോന്റെ മേലുണ്ട്. അഭിഷേകം ഉള്ളവന് പിടിച്ചു കെട്ടുവാൻ അവന്റെ അനുവാദം വേണം. ഇന്ന് ആത്മാവിനെ വിളിച്ചു പറയാ, അഭിഷേകമുള്ളവനെ പിടിച്ചു കെട്ടണമെങ്കിൽ ആ വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല എന്ന് ആത്മാവിനെ വിളിച്ചു പറയാണ്. ബലാത്കാരമായിട്ടല്ല, സമ്മതിച്ചു കൊടുത്തു, നിങ്ങൾ കെട്ടിക്കോ. ഹല്ലേലൂയ! പക്ഷെ ഒരു കണ്ടീഷൻ, നിങ്ങൾ കൊല്ലത്തില്ല എന്ന് സത്യം ചെയ്. ഒരു വാക്കിനാൽ സമ്മതിച്ചു കൊടുത്തു. സമ്മതിച്ചപ്പോൾ അവർ 2 പുതിയ കയറാണ് കൊണ്ട് കെട്ടിയത്. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കെട്ടിയിരിക്കുന്ന 2 പുതിയ കയറെന്ന് എന്നുവെച്ചാൽ പഴയ കയർ എന്താ എടുക്കാത്തത്? അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പുതിയ കയർ അത്രയും ക്വാളിറ്റി ഉണ്ട്, അത്രയും ബലമുണ്ട്. പലവരും ചെയ്യാൻ പോകുന്നത് ഇന്ന് പഴയ കയറല്ല, പുതിയ കയറിന് ഉറപ്പുണ്ട്, അതിന് ബലമുണ്ട്, അത് പൊട്ടിപ്പോകത്തില്ല. ഒരു കയറല്ല, 2 കയറുകൊണ്ട് ആരെ കെട്ടി? ശിംശോനെ കെട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ! അപ്പോ ഫെലിസ്ത്യർ അവനെ കൊണ്ട് ആർത്തപ്പോ നോയിക്കോളാം, കെട്ടിയിരിക്കുന്ന കയറ് ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോ നിന്നെ എത്ര കയറിട്ട് കെട്ടിയാലോ, ഇന്ന് വചനം വിളിച്ചു പറയുന്നു, 2 അല്ല 2000 കയറിട്ട് കെട്ടിയാലോ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. അവരാർത്തപ്പോൾ നോക്കിക്കോണം, ഈ വ്യക്തി അഭിഷേകമുള്ളവനെ കണ്ട്
ആമേ ഫെലിസ്ത്യർ ആർത്തപ്പോൾ യഹോവയുടെ ആത്മാവ്, ആമേ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. നോയിക്കൊള്ളാം, നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നിന്നെ കെട്ടിയത് മനുഷ്യനാണെങ്കിലോ പൊട്ടിച്ചു കളയുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോയിക്കോളോ, ആമേ നിന്നെ കെട്ടി, നിന്റെ അനുവാദനെ കെട്ടിയെങ്കിലോ അഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ പദ്ധതികളെ, ശത്രുവിന്റെ പദ്ധതികളെ ദൈവം കണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ആർത്തപ്പോൾ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറ് നോയിക്കോളോ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂലായി അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ വീണ് ദ്രവിച്ചു പോയി, അരിഞ്ഞു മാറാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് ചില കെട്ടുകളിൽ നിന്ന് കരിയണം, ചില ബന്ധനങ്ങളിൽ നിന്ന് പൊട്ടണം. ദൈവസഭയുടെ മേൽ വിടുതൽ സംഭവിക്കണം. ദൈവ പൈതല് ഇന്നൊരു വിടുതലോടെ നിന്ന് പോണ ആത്മഭാരത്തോടെ നീ ആരാധിക്കുമ്പോ, നീ സ്തുതിക്കുമ്പോ യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വരും. നിങ്ങൾ ആരാധിക്കുമ്പോ, നിങ്ങൾ സ്തുതിക്കുമ്പോ, ആർപ്പിടുമ്പോ ഒരു ദൈവ പ്രവൃത്തി. ആമേ, ഇതാണ് മറ്റുള്ളവർ ഫെലിസ്ത്യർ ആർപ്പിട്ടപ്പോൾ യഹോവയുടെ ആത്മാവ് വന്നാൽ, എത്ര പുതിയ കയറിട്ട് കെട്ടിയാലും നീ ഭാരപ്പെടല്. നിന്നെ എത്ര പുതിയ കയറിട്ട് കെട്ടിയാലും, ചിലരിങ്ങനെ കെട്ടി 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 ഒരു കയറിട്ട് കെട്ടി, രണ്ട് കയറിട്ട് ഇവിടെ അഴിക്കും കെട്ടും, അഴിക്കും കെട്ടും, അഴിക്കും. പാസ്റ്റർ അഴിക്കും കെട്ടും, പാസ്റ്റർ അഴിക്കും കെട്ടും. ഇന്ന് സകല കെട്ട് ചാരമാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കുക, ഹല്ലേലൂയ. സകല കയറുകളും നിന്നെ എത്ര കയറിട്ട് കെട്ടിയാലും നീ പറ, ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ, എന്നെ ഒരു ശക്തിക്ക് തകർക്കാൻ പറ്റത്തില്ല, ഒരു ശക്തിക്ക് എന്നെ വീഴ്ത്താൻ പറ്റത്തില്ല. കാര്യമെന്ന് യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ആ ദൈവ സാന്നിധ്യം വന്ന് ആ ദൈവ മക്കളുടെ മേൽ വീഴുന്ന പോകുന്നതിനായി സ്തോത്രം. ഇത് കേൾക്കുന്നതിന്റെ മേൽ ദൈവ ശക്തി ഇപ്പൊ വന്ന് വീഴുന്നുണ്ട്. നിന്നെ ബന്ധിച്ച് തടങ്കലാക്കി ശത്രു അവകാശം പറയുന്നതിന് ഇന്ന് പകൽക്കാലം പൊട്ടിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് പുറത്തു വരാൻ കഴിയാതെ നിങ്ങളെ ബന്ധിച്ച കെട്ടുകളെ ഇന്ന് പറ, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ഇന്ന് സമ്മതിച്ചോളൂ, നിങ്ങൾ പറയുമ്പോ തന്നെ ആ സാന്നിധ്യം എന്ന് വിടാൻ പോവുകയാണ്, സാന്നിധ്യം എന്ന് വിടാൻ പോവുകയാണ്. യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ആരാധിക്കുന്നവർക്കായി, സ്തുതിക്കുന്നവർക്കായി ഇന്ന് വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പുറത്ത് വരണോ? നിങ്ങൾക്കൊന്ന് പുറത്ത് വരണമോ? അല്ല, അകത്തിരിക്കാനല്ല, പുറത്ത് വരണമോ? ഇത് ദൈവത്തിന്റെ സമയമാണ്, പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോ, ദൈവ പ്രവൃത്തി ഇറങ്ങുന്ന സമയത്ത് നീ പറ, എന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകള്, അപ്പാ എന്റെ തലമുറയെ കെട്ടിയ കെട്ടുകള്, എന്റെ കുടുംബത്തിനകത്ത് എന്റെ തലമുറയെ കെട്ടിയ കെട്ടുകള്, ഇന്ന് ഇവിടെ ആരാധിക്കുമ്പോ നിന്റെ തലമുറയുടെ മേൽ കെട്ടിയ കെട്ട് ദൈവ യേശുവിന്റെ നാമത്തില് പൊട്ടാൻ പോകുന്നു. നീ ഇവിടെ നിലവിളിച്ചാ മതി, ഇവിടെ സ്തുതിച്ചാ മതി, ഇവിടെ മഹത്വം കൊട്, യേശുവേ എന്ന് വിളി. കയറുകൾ പൊട്ടാൻ പോവുകയാണ്. ഇത് പൊട്ടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നിന്നെ കെട്ടിയ കെട്ട്, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ രക്തം ചെയ്യാം. ഈ അഭിഷേകം ചലിക്കുന്നു. പല വ്യക്തികളെ ചില കെട്ടുകളോട് ആർക്ക് ചലിക്കാൻ പറ്റുന്നില്ല. കെട്ടഴിഞ്ഞവൻ ആരാധിക്കും, കെട്ട് പൊട്ടിയവൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് പറ, സിംസാന്റെ മേൽ വന്ന ആത്മാവ് എന്റെ മേലൊന്ന് വരട്ടെ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം, മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. സഹോദരന്മാരെ പറ, സിംസാന്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എന്റെ മേലൊന്ന് വരട്ടെ. വന്നാൽ കരിയും, ചില കെട്ടുകൾ കരിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാവ് ആരുടെ മേൽ വന്നു? സിംസാന്റെ മേൽ വന്നു. സിംസാന്റെ മേൽ മാത്രം വന്നാ മതിയോ ദൈവമക്കളെ? ഇല്ല.
എന്റെ മേലും നിന്റെ മേലും വരണം. ഇന്ന് ഈ ചാനലിലൂടെ കേൾക്കുന്ന നിങ്ങളുടെ മേൽ വരണം. ഇന്ന് പറയുമ്പോ നിങ്ങളെ ബന്ധിച്ചു വെച്ച് അനുഗ്രഹത്തിന് വിപരീതമായി പുറത്തു വരാൻ കഴിയാതെ ബന്ധിച്ച കെട്ടുകൾ നിങ്ങൾക്കുണ്ട്. ആദ്യത്തെ കെട്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള കെട്ടുണ്ട്. അത് കഴിയുമ്പോ ബുദ്ധിമണ്ഡല കെട്ടുണ്ട്. അത് 2 കെട്ട്, പുതിയ കയർ. ആദ്യത്തെ കെട്ട് എവിടെയാ? ഹൃദയത്തിനകത്തൊരു കെട്ടുണ്ട്, 1 കയറിട്ട് കെട്ടിയത്. അടുത്ത 2ാമത്തെ കയറ് കെട്ടിയത് ബുദ്ധിമണ്ഡലത്തിൽ ഒരു കെട്ടുണ്ട്, പുതിയ കയറിട്ട് കെട്ടിയത്. ഈ 2 കെട്ടും കരിഞ്ഞാൽ, പൊട്ടിച്ചാൽ നീ പുറത്തു വരും. അങ്ങനെ പുറത്ത് വന്നാൽ നിന്റെ കൈകൾ ചലിക്കും, നിന്റെ കാലുകൾ ചലിക്കും. ദാവീദിനെ പോലെ നൃത്തം ചെയ്യും. കെട്ടഴിഞ്ഞവൻ ചാടും. കെട്ടുള്ളവരെന്ന് ചലിക്കൂല, കെട്ടുള്ളവർ ചലിക്കൂല. ആമേ, ഹല്ലേലൂയ. നിന്റെ ആരാധനയ്ക്കെതിരായിട്ട് കെട്ടിയിരിക്കുന്ന കെട്ടിന് നീ പൊട്ടിക്കണം. നീ പൊട്ടിക്കണ്ട, പ്രാർത്ഥിച്ചാ മതി. നിന്റെ മേൽ അഭിഷേകമുണ്ട്. ഇന്ന് പറയുമെങ്കിൽ എന്റെ യേശുവേ, ഈ കെട്ട് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റൂല, യേശുവിന് മാത്രമേ പറ്റൂ. എന്റെ അപ്പന് മാത്രമേ പൊട്ടിക്കാൻ പറ്റൂ. പക്ഷെ നീ പറഞ്ഞാ മതി, നീ ഒരു വാക്കെടുത്ത് പറഞ്ഞാ മതി. ഓ ദൈവമേ, നിന്റെ അഭിഷേകം, നിന്റെ കൃപ എന്റെ മേലുണ്ട്. ആത്മാവ് അവന്റെ മേൽ വന്നു. പക്ഷെ ആത്മാവ് ശിംശാന്റെ മേൽ വന്നു കഴിഞ്ഞാൽ വെറുതെ വന്ന് കുശലം ചോദിച്ചിട്ട് പോകത്തില്ല. പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒന്ന് തൊട്ട് തലോടി പോകുന്നതല്ല. ചിലത് പരിശുദ്ധാത്മാ വന്നാൽ കരിക്കേണ്ടത് കരിക്കും, പൊട്ടിക്കേണ്ടത് പൊട്ടിക്കും, ആമേ, കത്തിക്കേണ്ടത് കത്തിക്കും. ഇന്ന് പറ, പൊട്ടിക്കേണ്ടത് മാത്രമല്ല, ചില പൊട്ടിച്ചിട്ടാലേ പരിശുദ്ധാത്മാവിന് അറിയാം. കയറിനെ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും എടുത്ത് കെട്ടും. ഇന്ന് ഒന്നഴിക്കുമ്പോ പിശാച് വീണ്ടും കെട്ടിക്കൊടുക്കുകയാണ്. പക്ഷെ അത് വരാതിരിക്കണമെങ്കിൽ കരിച്ചു കളയണം, കരിച്ചു കളയണം. ഓ, ആ കയറുകൾ എന്ത് ചെയ്യണം? കരിച്ചു കളയണം. അപ്പോ ആത്മാവിന് അറിയാം. അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയർ, എന്തുകൊണ്ട് കെട്ടിയിരുന്നു? കയ്യില് കയറുണ്ട്, മറക്കരുത്. 2 പുതിയ കയറിട്ടാ കെട്ടിയിരുന്നത്. അപ്പോ തീ കൊണ്ട് കരിഞ്ഞു. കൈക്ക് വല്ല കുഴപ്പമല്ല. ഇപ്പൊ കരിയുന്നത് കയറാണ് കരിയുന്നത്. ഹല്ലേലൂയ. നോക്കിക്കോളൂ, തീ കൊണ്ട് കരിഞ്ഞ് ചണനൂല് പോലെയായി. എങ്ങനെ നൂലായി? ചണനൂല് പോലെയായി. തീ കൊണ്ട് കരിയുമ്പോ നിന്റെ പ്രശ്നത്തെ ചണനൂല് പോലെ മാറുകയാണ്, ചാരം പോലെ മാറുന്നു. നിന്നിൽ വെട്ടിയിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ ചാരം പോലെ മാറുന്നുണ്ട്, ചണനൂല് പോലെ മാറുന്നുണ്ട്. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. ഹല്ലേലൂയ. കയ്യിൽ നിന്ന് പോയി, ദ്രവിച്ചില്ലാതെ പോയി. ഈ വിടുതൽ എനിക്ക് വേണം. എത്ര ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഈ വിടുതൽ വേണം, എനിക്ക് ഈ സൗഖ്യം വേണം. ഇത് ഒന്ന് ചിലരെ രോഗികളാക്കി കെട്ടിയിരിക്കുന്ന കെട്ടുണ്ട്, ചില രോഗത്തിന്റെ കെട്ടുകൾ. മനസ്സിലാവുന്നുണ്ടോ? ചില രോഗങ്ങൾ കൊണ്ടിട്ട് കെട്ടി ഒന്ന് കഴിഞ്ഞ് മാറി രോഗങ്ങൾ മാറുന്നില്ല. പക്ഷെ ഇന്ന് എരിച്ചു കളയുവാൻ നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോ തന്നെ നിന്നെ കെട്ടിയിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകളുണ്ട്. ചില രോഗത്തിന്റെ കെട്ടുകള്, നിന്നെ കെട്ടിയ രോഗം, ചിലർ നിങ്ങൾ ദിവസം മരുന്ന് മാറി ഈ രോഗത്തിന് അറുതി വരുന്നില്ല. പക്ഷെ ഇന്ന് ഇതിന്റെ മേൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. ചില രോഗങ്ങൾ കൊണ്ടിടുന്ന ചില കെട്ടുകൾ പൊട്ടുകയാണ്. യെസ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ചില കെട്ടുകളാണ് ശാപത്തിന്റെ കെട്ടുകൾ, പാപത്തിന്റെ കെട്ടുകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില പാപത്തിന്റെ കെട്ടുകൾ ഇന്ന് പൊട്ടണം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുമ്പോ, ദൈവത്തിന്റെ മഹത്വം കൊടുക്കുമ്പോ
നീ പറ, ചില പാപത്തിന്റെ കെട്ടുകൾ, എന്റെ മേൽ കെട്ടിയിരുന്ന കെട്ടുകള് ഇന്ന് കരിച്ചു കളയണമേ. നിന്റെ പ്രശ്നം ദ്രവിച്ചു പോയി. നിന്നെ കെട്ടിയിരുന്ന കെട്ടുകള് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് ദ്രവിച്ചു പോയി. ദ്രവിച്ചു പോണമെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വരാതെ ഒരിക്കലും ദ്രവിച്ചു പോകത്തില്ല. ഹല്ലേലൂയ. അതാർക്കും കരിച്ചു കളയാൻ പറ്റത്തില്ല. ദൈവത്തിന് മാത്രമേ കഴിയൂ. അത് പരിശുദ്ധാത്മാവിനെ കഴിയൂ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കത് കരിച്ചു കളയാൻ പറ്റത്തില്ല. കരിയും തോറും കെട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കും, അഴിഞ്ഞു വീഴും. വീണ്ടും പിശാച് എടുത്ത് കെട്ടും. ഹല്ലേലൂയ. അവ കെട്ടുവ ശക്തനാണ്. ഹല്ലേലൂയ. കാരണം സാത്താൻ ബലവാനാണ്. അവ കെട്ടിത്തരും. നിങ്ങൾ അഴിക്കും, അവ കെട്ടും. കുറെ വർഷങ്ങളോളം തുടങ്ങിയ പരിപാടിയാ. അവന്റെ പദ്ധതി ഇന്ന് വെട്ടാൻ പോകുകയാണ്. കുറെ വർഷം കൊണ്ട് കെട്ടുകളിട്ട് പൂട്ടിയിരിക്കുക. ഒരു ഉയർച്ചയില്ല. എന്ന് രോഗങ്ങള്, എന്ന് രോഗം തലമുറക്കെതിരായിട്ട് ദൈവം നിങ്ങൾ ആഗ്രഹിക്കും പോലെ, അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല. നിങ്ങളൊന്ന് മനസ്സ് മാത്രം വെച്ചാൽ മതി. നിങ്ങളുടെ വിഷയത്തെ ദൈവ കരങ്ങളൊന്ന് കൊടുത്താൽ മതി. നിങ്ങൾ വേറെ ആരെ കയ്യിൽ കൊടുക്കരുത്. പൊട്ടിക്കുവാൻ യേശുവിന്റെ കയ്യിൽ മാത്രം കൊടുക്കുമെങ്കിൽ, കർത്താവേ നീ ഒന്ന് കനിയണമേ. ഈ വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുക. വരുന്ന ദിവസങ്ങളിൽ, പുതിയ മാസങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ അഡ്വാൻസ് ആയിട്ട് പരിശുദ്ധ വിളിച്ചു പറയുന്നു. ഈ സഭയിൽ മേൽ ഞാൻ എന്റെ സഭയെ പണിയോ, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഈ കെട്ടുകളെ ഞാൻ പൊട്ടിക്കുവാൻ ശക്തനാണ്. ഇതിനകത്തുനിന്ന് ഒരുപാട് കെട്ടുകൾ പൊട്ടാൻ പോവുകയാണ്. 14:6 വായിച്ചേ. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോട് അമ്മയോട് പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ആത്മാവ് എന്തിനാ വലിച്ചേറി കളഞ്ഞറിയാമോ? അപ്പോൾ യഹോവയുടെ ആത്മാവ് ശിംശാന്റെ മേൽ വന്നു. കയ്യിൽ വേറെ ആയുധങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഒരു സിംഹത്തെ അവനൊരു ആട്ടുംകുട്ടി പോലെ വലിച്ചു കീറി കളഞ്ഞു. ഈ കാര്യം അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. തനിക്കെതിരെ ശിംശാൻ നടന്നു പോയ സമയത്ത് ഒരു സിംഹമാണ് മുമ്പിൽ വന്നത്. ഒരു സിംഹം മുമ്പിൽ വന്നാൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിൽ അവിടെ കവന്ന് വീഴും. സിംഹം എല്ലാം നുള്ളിപ്പറക്കി എല്ലാം കൂടെ തിന്നും കൊണ്ട്, അല്ലെ എല്ലാം കൂടെ നല്ല കടിച്ചെടുക്കാതെ നല്ല ഇത്രയും മധുരം എല്ലാം കൂടെ നല്ല തിന്നും കൊണ്ട് അസ്ഥി അവിടെ കാണും. പക്ഷേ നിന്റെ മുമ്പിൽ ഒരു സിംഹം വന്നാൽ ഭയപ്പെടുന്നതല്ല. അവിടെ കിടന്ന് എന്റെ അമ്മോന്ന് വിളിച്ചിട്ട് ഓടുകയല്ല. എല്ലാരും അമ്മോന്നല്ല വിളിക്കുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ മനസ്സിൽ പറഞ്ഞൊക്കെ വിളിക്കും. പക്ഷേ നിന്റെ മുമ്പിൽ ഇതാ വരാൻ പോകുന്ന ഒരു വലിയൊരു സിംഹത്തെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സിംഹം പോലത്തെ വിഷയത്തെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ശിംശാനൂടെ ചെയ്തത് ഒരു ആട്ടുംകുട്ടി പോലെ കീറിക്കളഞ്ഞു. ഈ കാര്യം അപ്പനോട് അമ്മയോട് പറഞ്ഞില്ല. നമ്മളാണെങ്കിൽ അപ്പനോടും പറയും, അമ്മയോടും പറയും, പത്രത്തിലൂടെ ചാനലിലൂടെ. ഞാനാണ് കീറിക്കളഞ്ഞത്. നിന്റെ ചില വിഷയത്തെ ഇന്ന് കൈകാര്യം ചെയ്യണം. ആരോട് പറഞ്ഞില്ലെങ്കിലും നീ ദൈവത്തോട് പറഞ്ഞിരിക്കുക. നിനക്ക് കീറുവാൻ എങ്ങനെ അഭിഷേകം വന്നു? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോ, സിംഹത്തിന്റെ പോലെ പ്രശ്നത്തെ, ഒരു സിംഹമാണ് ചാടി നിന്റെ മുമ്പിൽ വീണാൽ നീ രണ്ടായിട്ട് വലിച്ചു കീറി. ഇന്ന് പറ, നിന്റെ പ്രശ്നത്തെ രണ്ടായിട്ട് നീ വലിച്ചു കീറി. യെസ്, നിന്റെ പ്രശ്നത്തെ നീ വലിച്ചു കീറണം. നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ ചെങ്കടൽ രണ്ടായിട്ട് മാറിയതുപോലെ നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ, ഓ ഹല്ലേലൂയ, പ്രതികൂലത്തെ
നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന, നിന്നെ തകർക്കാൻ നിൽക്കുന്ന, അല്ലെ, ഒരു സിംഹമാണ്. സിംഹം വന്നു കഴിഞ്ഞാൽ കുശലം ചോദിച്ചിട്ട് പോകത്തില്ല. പല കഴിച്ചോ, വീട്ടിൽ നിന്ന് ആരൊക്കെ ഉണ്ട് എന്നൊന്നും ചോദിക്കത്തില്ല. വഴിയിൽ വെച്ച് ഒറ്റയ്ക്കാ നീ നിൽക്ക, നീയും സിംഹവും ഒറ്റയ്ക്ക പോകുമ്പോൾ യാതൊരു കൂടെ ആരുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ കൂടെ ആരുണ്ട്? ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതാ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോ ഒരു ധൈര്യം ധൈര്യം ധൈര്യം. ഇവിടെ കീറിക്കളയുന്നത് ആരോ? പരിശുദ്ധാത്മാവാണ്. നിന്റെ പ്രശ്നത്തെ രണ്ടായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ, അഭിഷേകം ഉള്ളവൻ യാതൊരു പ്രതികൂലത്തെ ചാടിക്കടക്കണം. നിന്റെ മുമ്പിൽ കൊത്താതെ ഒരു സർപ്പം നിന്നാലും നീ അതിനെ കണ്ടു പോകത്തില്ല, അതിനെ തകർത്തിട്ടേ പോകത്തുള്ളൂ. നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഒരു സർപ്പമായാലും നിനക്ക് എതിരായിട്ട് പ്രതികൂലം ഉയർന്നു നിന്നാലും അവിടെ നീ തകർത്തിട്ടേ പോകത്തുള്ള. ആ ഒരു അഭിഷേകം ഇന്ന് പകൽക്കാല ദൈവ മക്കളോട് ദൈവ സഭമേൽ വന്ന് വീഴുന്നുണ്ട്. ഇത് പിടിച്ചത്, എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം. നിന്റെ പ്രശ്നത്തെ രണ്ടായിട്ട് കീറി മുറിക്കുന്ന അഭിഷേകം. ആത്മാവ് വന്നാൽ, ആത്മാവ് വന്നാൽ, ഈ ആത്മാവിന് വേണ്ടി ഒന്ന്, ഈ ആത്മാവിന്റെ ശക്തിയാൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ കയ്യിൽ ആയുധം ഒന്നുമില്ല. ബൈബിൾ പറയുന്നു കയ്യില് ഒന്നുമില്ലായിരിക്കെ. ചിലപ്പോ കയ്യിൽ നമ്മൾ പെട്ടെന്ന് പോകുമ്പോ, ചിലപ്പോ നമ്മളിപ്പോ മൊബൈൽ എടുക്കണം, ഇപ്പൊ മൊബൈൽ, അന്ന് മൊബൈലൊന്നുമില്ല, ഒന്നും കാണത്തില്ല. ചിലപ്പോ യാദൃശ്യമായിട്ട് നമ്മൾ പോകുമ്പോ കയ്യിൽ ആയുധമില്ല, ഒന്നുമില്ല, ഒരു വടിയില്ല, ഒന്നുമില്ല. പക്ഷേ വടിയെക്കാട്ടിലും ആയുധത്തെക്കാട്ടിലും നിനക്ക് തകർക്കാൻ പറ്റിയ വലിയൊരു ശക്തി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരുകയാണെന്ന് പകൽക്കാലം. ഇന്ന് നീ ഭയപ്പെട്ട്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭയപ്പെട്ട് നീ ഓടുകയല്ല, നിന്റെ പ്രശ്നത്തിന് ചവിട്ടാൻ പോവുകയാണ്. ചവിട്ടുക മാത്രമല്ല, രണ്ടായിട്ട് വലിച്ചു കീറാൻ പോവുകയാണ്. യെസ്, നിന്റെ പ്രശ്നത്തെ നീ വലിച്ചു കീറാൻ തയ്യാറായിക്കോളണം. മുമ്പിൽ വരുന്ന പ്രശ്നത്തെ, മുമ്പിൽ വരുന്ന ഏത് പ്രശ്നത്തെ? സിംഹമെന്ന് വരുന്ന പ്രശ്നത്തെ, നിന്നെ തകർക്കാൻ വരുന്ന പ്രശ്നത്തെ. ഒന്ന്, നിന്നെ കെട്ടി, രണ്ട് കയറുകൊണ്ട് കെട്ടി ദൈവത്തിന്റെ ആത്മാവ് എരിച്ചു കളഞ്ഞു. പക്ഷെ അഭിഷേകം ഉള്ളവനെ വിഴുങ്ങോ ഒരു പിശാചിന് കഴിയത്തില്ല. നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചോ, ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചോ, ഇതിനകത്ത് പ്രാപിച്ചോ, നിന്നെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ, കൃപയുള്ളവൻ പേടിച്ച് പോകത്തില്ല. ആമേ, ഹല്ലേലൂയ. പേടിച്ച് പോകത്തില്ല. ഇന്നലെ ഒരു പേടി പേടി പേടി, അയ്യോ പാസ്റ്ററെ പേടി, ഉറങ്ങാൻ പറ്റണില്ല. അങ്ങനെയുള്ളവരുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റണില്ല, പകൽ ഉറങ്ങാൻ പറ്റുന്നില്ല. നിന്നെ ഭയപ്പെടുത്തുന്ന ചില സിംഹത്തിന്റെ വിഷയത്തെ ഇന്ന് ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്, അതിനെ വലിച്ചു കീറി കളയാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വന്ന് ചാടി വീഴുന്ന പ്രശ്നത്തെ, നിങ്ങൾ അറിയാത്ത ചില കുരുക്കുകൾ, നിങ്ങൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ ചിലത് വരുന്നുണ്ട്. നിങ്ങൾ അറിയാതെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് ആത്മാ പറയുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ വിജയിക്കാം? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ കട തിരിഞ്ഞു ഓടുകയല്ല, ചില പ്രശ്നത്തിന് മുമ്പേ ചാടി വീഴുമ്പോ നീ അതിനെ രണ്ടായിട്ട്, കയ്യിൽ ആയുധമൊന്നുമില്ല, നിനക്ക് തന്നിരിക്കുന്ന ആയുധം എന്നത് വചനമെന്ന ആയുധം. അത് ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം. ഇതിനകത്ത് നിറഞ്ഞാൽ നിന്റെ പുറത്തുള്ള പ്രശ്നത്തെ നീ കീറിക്കളയും. അലസ്യമായിരിക്കരുത്. ഈ വചനം കേൾക്കുമ്പോ നിറയണം. ഇപ്പൊ നിറയേണ്ട സമയമാണ്. കാര്യം എന്താണ്? അടുത്ത പ്രശ്നം നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പോകുന്നത്. നിന്റെ പ്രശ്നത്തെ നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ എല്ലാരും ഉണ്ട്, പക്ഷേ നീ പോകുന്നിടത്ത് നീ മാത്രമേ കാണൂ. നീ പോകുന്നിടത്ത് നീ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. അവിടെ ദൈവം നിന്റെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ ഉണ്ട്. നീ പോകുന്നിടത്ത്
ചിലർ പറയില്ലേ, പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല, വീട്ടിൽ ചെന്ന് കയറുമ്പോ തുടങ്ങും. ഇവിടെ ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്, ചാനലിലൂടെ ഒരുപാടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ മതി, ചില സിംഹം പോലെ ഒന്ന് ചാടി വിടുകയാണ്. ഇത് വരുമ്പോ ഇനി ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടി ഈ അഭിഷേകത്തെ നീ പ്രാപിച്ചോളണം. എനിക്കൊരു അഭിഷേകം വേണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. നിന്നെ തകർക്കാൻ നോക്കുന്നതിന് ഒരു ആട്ടിൻകുട്ടി പോലെ. ഓ, നീ സിംഹത്തെ എന്താ കണ്ടത്? ആട്ടിൻകുട്ടിയായിട്ടാണ്. നിന്റെ മുമ്പിക്കുന്ന സിംഹമാണെങ്കിലും കണ്ണുകൊണ്ട് കാണേണ്ടത് ഹൃദയത്തിൽ വിചാരിക്കുന്ന ആട്ടുകുട്ടിയാ. മനസ്സിലായോ? നിന്റെ മുമ്പിൽ നിൽക്കുന്ന സർപ്പമാണ് നിൽക്കുന്നത്. സർപ്പമാണെങ്കിൽ നിൽക്കണമെങ്കിൽ മനസ്സിൽ വിചാരിക്കണം ഇത് നീക്കോലിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. സർപ്പം കൊത്താൻ നിൽക്കുന്നുണ്ടെങ്കിൽ പറ ഇത് നീർക്കോലിയ, എവന് കഴിയത്തില്ല, ഞാൻ അതിനെ തകർക്കും. ചില പ്രശ്നങ്ങളെ, ചില പ്രതികൂലങ്ങളെ ഇന്ന് തകർക്കുവാനുള്ള ഒരു അഭിഷേകമാണ്. അതൊന്ന് പിടിച്ചെടുത്തോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ എന്ത് ചെയ്യണം? രണ്ടായിട്ട് ആട്ടുംകുട്ടി പോലെ വലിച്ചീറി കളയണം. ഞാൻ പറയുന്നത് പ്രശ്നത്തെയാണ്, അല്ല ചെന്ന് വ്യക്തികളല്ല വലിച്ചീറേണ്ടത്. ഇതും കേട്ടും കൊണ്ട് പാസ്റ്റർ പറഞ്ഞു എന്റെ വീട്ടിൽ ചെല്ലുമ്പോ പ്രശ്നം വരും, അവർ രണ്ടായിട്ട് വലിച്ചു കീറും. അതല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? നിനക്കെതിരായിട്ട് വരുന്ന സിംഹത്തിന്റെ വിഷയം നിൽക്കുന്ന പ്രതികൂലത്തെ, ചിലർ വചനമൊക്കെ വളച്ചോടിക്കാൻ ഭയങ്കര മിടുക്കരാണ്. ഇന്ന് പാസ്റ്റർ പറഞ്ഞു നീ എനിക്കെതിരായിട്ട് വരും, ഞാൻ നിന്നെ രണ്ടായിട്ട് വലിച്ചേറും. അങ്ങനെയല്ല ഞാൻ പ്രസംഗിച്ചത്. അങ്ങനെ നിങ്ങളെ വീട്ടിലെ വ്യക്തികളെ ഒന്നും അല്ല പറയുന്നത്. നിന്റെ മുമ്പിൽ നിനക്കെതിരായിട്ട് നിന്നെ തകർക്കാവാൻ, നിന്നെ വലിച്ചു കീറാൻ വരുന്നതിന് നീ വലിച്ചു കീറാൻ പോകുക. നിന്നെ വലിച്ചു കീറി തിന്നാൻ വരുന്ന പ്രശ്നത്തെ, നീ വലിച്ചു കീറാൻ പോകുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയൊരു പ്രശ്നം വരുമ്പോ ഇടറി പോകരുത്. ചെറിയ പ്രശ്നം വന്നാലും വലിയ പ്രശ്നം വന്നാലും മനസ്സിടറരുത്. ചെറിയൊരു നെഞ്ചുവേദന വരുമ്പോ മനസ്സുകൊണ്ടൊന്നും പറയരുത് ഞാൻ മരിച്ചു പോകും. നിന്റെ അടുത്തൂടെ ചെറിയൊരു പ്രശ്നം പോകുമ്പോ ഇങ്ങനെ പറയരുത്, ഇന്ന് വചനത്താ നീ ജയിക്കണം. ചെറിയ പ്രശ്നങ്ങളോ വലിയ പ്രശ്നങ്ങളോ, ഒരു തലവേദനയോ ഒരു നെഞ്ചുവേദനയോ, ഏതവസ്ഥ വന്നാലും പറ ഞാൻ ഇതിനെ ജയിക്കും. ആ രോഗത്തിന്റെ കെട്ടിനൊന്ന് പൊട്ടിക്കണം. ചിലർക്ക് ഏറ്റവും വലിയൊരു പേടിയാണ് മുട്ടല്. എന്തൊരു മുട്ടല്? ശ്വാസം മുട്ടല്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള വിഷയവും ബുദ്ധിമുട്ടാണ്, ശ്വാസം മുട്ടലാണ്. അങ്ങനെയുള്ളൊരു ഇതിനകത്തുണ്ട്. ഒരു മുട്ടൽ വരുമ്പോൾ ഡേഞ്ചറാണ്, സൂക്ഷിക്കണം. എന്നാൽ പറയണം അഭിഷേകം എന്റെ മേലുണ്ട്, അഭിഷേകം എന്റെ മേലുണ്ട്. ഒരു ശ്വാസം മുട്ടൽ എന്നെ മുട്ടിച്ചു കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെ അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, അങ്ങനെ അനുഭവിക്കുന്ന സഹോദരന്മാരുണ്ട്. ചിലർ നിന്ന് ഇളുക്കും, അനുഭവിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ ഉള്ളവർ അനുഭവത്തിലോട്ട് വരാൻ പോകുക. ചില ശ്വാസം മുട്ടുള്ളവരെ പറയുക മുട്ടലുണ്ടെന്ന്. അവന്റെ വേദന വലുതാണ്. ശ്വാസം എടുക്കാൻ കഴിയാതെ സെക്കൻഡ് കൊണ്ട് കണ്ണ് തള്ളുമ്പോ മനസ്സുകൊണ്ട് പറയരുത് ഇതോടെ എന്റെ കട്ടമട മുടങ്ങി പറയരുത്, ഞാൻ അതിനെ വലിച്ചു കീറും. നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്നെ തകർക്കുവാൻ യേശു വിടത്തില്ല. ഒരു സിംഹത്തിന്റെ വായിലോട്ട് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ച ദൈവം സർവശക്തനാണ്. നീ ദൈവത്തിന്റെ മകളാണ്, മകനാണ്. നിന്നെ വിട്ടുകൊടുത്തിട്ട് എന്റെ അപ്പൻ കയ്യും കെട്ടി ഇരിക്കത്തില്ല. ചില പ്രശ്നങ്ങൾ ഒറ്റയ്ക്കാണ് നേരിടാൻ പോകുന്നത്. എത്രയോ അനുഭവങ്ങൾ എനിക്കുണ്ടായി, ഒറ്റയ്ക്ക്. ഇന്ന് അതുപോലെ എത്രയോ പേർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ശ്വാസമുട്ടൽ വന്നാൽ മക്കളെ നീ വാടാ കുറച്ച് ഇത്തിരി ഒന്ന് ഇടന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റുമോ? അമ്മ ഇരുന്ന് നല്ല വലിക്കുകയാണ്, അല്ലെ മോളെ വിളിക്കണം, മോളെ ഓടി വാ കുറച്ച് നീ എടുത്ത് മാറ്റ് എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റത്തില്ല.
അനുഭവിക്കുന്നതിന് മാത്രമേ അത് പറ്റത്തുള്ളൂ. ആ പ്രശ്നത്തിന് വിടുതലെടുക്കുമ്പോ പെട്ടെന്ന് എന്തെങ്കിലൊക്കെ മൂക്കിലൊക്കെ അടിച്ചിപ്പോ പരിപാടികളുണ്ടല്ലോ, അല്പസമയ ആശ്വാസം വീണ്ടും വരും. ഇത് മാസങ്ങളോളം വർഷങ്ങളുമായി ചില ദിവസങ്ങളായി കാലപ്പഴക്കം വന്ന ചില ദ്രവിച്ചു പോകത്തക്ക ദൈവ പ്രവൃത്തി, ചില കാലപ്പഴക്കം വന്ന ചില പ്രതികൂലത്തെ ദൈവാത്മാ പറയുന്നു, ഞാൻ അതിൽ നിന്ന് വലിച്ചു കീറും, നിന്നെ തകർക്കത്തില്ല. ഇന്ന് ശ്വാസം മുട്ടൽ അനുഭവിക്കുന്നവരോട് പറയാ, ഇതിന്റെ മേലൊരു സൗഖ്യം വരാൻ പോകുകയാണ്. ശ്വാസം മുട്ടൽ ഉള്ളവർ നിങ്ങളുടെ ഇന്ന് ഈ പ്രശ്നത്തെ ദൈവാത്മാ വിടുതൽ തരാൻ പോകുകയാണ്. ചാനലിലൂടെ ഉണ്ട്. ദൈവം നിന്റെ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചിട്ട് പറ, ഞാൻ കരടിയെ, ഇതാ ശിംശോൻ കരടിയെ വലിച്ചു കീറിയതുപോലെ എന്റെ പ്രതികൂലത്തെ, എന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന പ്രതികൂലത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ വലിച്ചു കീറുകയാണ്. നെഞ്ചിൽ കൈവച്ച് പറ, വലിച്ചു കീറുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, നിന്നെ തകർക്കാൻ നോക്കുന്ന പ്രതികൂലങ്ങളെ, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന സമാധാനക്കേടുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമാധാനക്കേടുകളെ, ദൈവം പരിശുദ്ധ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അസമാധാനങ്ങൾ മാറിപ്പോകത്തക്കവണ്ണം ചില സമാധാനക്കേട് വരുത്തുന്ന ചില അസമാധാനത്തിന്റെ പ്രതികൂലങ്ങള് ചിലവരുടെ വീട്ടിനകത്തുണ്ട്, പുറത്തുമുണ്ടെന്ന് ആത്മാ വീണ്ടും വിളിച്ചു പറയുന്നു. നിങ്ങൾ പോകുമ്പോ ചില പ്രശ്നങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട്, നിങ്ങൾ പോകുമ്പോ ചില പ്രതികൂലങ്ങൾ കാണുന്നുണ്ട്. ഇന്ന് അതിനെ തകർക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നു, നിന്റെ പ്രശ്നത്തെ എങ്ങനെ വലിച്ചേറണം? ആട്ടിൻകുട്ടി പോലെ. കാരണം മുമ്പിൽ സിംഹമാണ് നിൽക്കുന്നത്, സിംഹമാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ശിംശോൻ സിംഹത്തെ വലിച്ചു കീറി. ദാവീദ് എന്താ വലിച്ചു കീറിയ? ആമേഹാലെ, ശിംശോൻ മാത്രമല്ല, തന്റെ അപ്പന്റെ ആടിനെ പിടിക്കാൻ വന്നപ്പോ ഒരു കരടി ചാടി വന്നു, ഇപ്പൊ കൊണ്ടുവന്നു അവന്റെ വാക്യാത്തനെ പിടിച്ചെടുത്തു. പ്രശ്നത്തെ വാക്യാത്തായതിന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രതികൂലമായി പോയതിന് കരടി അങ്ങോട്ട് വലിച്ചു കീറി. നിന്റെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ നീ ആട്ടും കുട്ടിയോലെ കാണണം. ഇന്ന് വലുതായിട്ട് കാണരുത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ചെറുതായിട്ട് കാണുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം വലുതായിട്ട് കാണാതെ ആട്ടുംകുട്ടിയായിട്ട് കാണണം. ഹല്ലേലൂയ. ദൈവാത്മാ പറയുന്നു, ഈ ആട്ടുംകുട്ടിയായിട്ട് കണ്ണുകൊണ്ട് കാണണം. അയ്യോ, ഇത് ആട്ടുംകുട്ടിയല്ല, അപ്പോ ഇത് ആന പോലത്തെ വിഷയമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആനക്കാര്യമെന്ന് പറയും, ചേനക്കാര്യം പറഞ്ഞിരിക്കരുത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇത് വലിയ ആനക്കാര്യമാണ്, ചേനക്കാര്യമാണ് എന്നും പറഞ്ഞ് ആ പ്രശ്നത്തെ നോക്കി കരയരുത്. എന്താ സഹോദരി കരയുന്നത്? അത് ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അവിടുത്തെ പ്രശ്നം ഇങ്ങനെയാണ്, നാളെ ചെന്നില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്, ഇവിടെ പ്രശ്നമാണ്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അവിടെ എല്ലാ പ്രശ്നം തന്നെയാണ്. പക്ഷേ നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്നതിനെ ഇന്ന് തകർക്കുന്ന ഒരു വിടുതൽ എന്ന് വന്നിരിക്കുകയാണ്. എന്നാൽ 1 ശമൂവേൽ 11:6 വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശൗൽ വർത്തമാനം കേട്ടപ്പോ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു, അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. ഹല്ലേലൂയ. ശൗലിന് മേൽ വർത്തമാനം കേട്ടപ്പോ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ വന്നു? ശക്തിയോടെ വന്നു. ദൈവത്തിന്റെ ആത്മാവിന് ശക്തിയോടെ വരുന്നുണ്ട്, ശക്തിയോടെ, ചെറുതാറ്റല്ല, ശക്തിയോടെ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ 1 ശമൂവേൽ 17:35 വാക്യം, ഞാൻ പിന്തുടർന്നു, അടിച്ചു, അതിന്റെ വായിൽ നിന്നും ആട്ടിൻകുട്ടിയെ പിടിപ്പിച്ചു, അത് എന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ചു, അടിച്ചു കൊന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറയാ, ദാവീദ് പറയാ, ഞാൻ പിന്തുടർന്നു, എന്റെ കൂട്ടത്തിൽ നിന്നും ഒരാട്ടിൻകുട്ടിയെ കരടി കൊണ്ടുപോയാൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ല. എന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാടിനെ കൊണ്ടുപോയാൽ ഞാൻ മിണ്ടാതിരിക്കത്തില്ല. ഇന്ന് സഭയെ നോക്കി പറയാ,
എന്റെ കൂട്ടത്തിൽ നിന്ന്, എന്റെ കൂട്ടായ്മയിൽ നിന്ന് ഒരാളുടെ ദുഷ്ടം കൊണ്ടുപോയാൽ ഞാൻ പോകും, അങ്ങേ അറ്റം വരെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്റെ കൂട്ടത്തിൽ നിന്നും ഒരാട്ടിൻകുട്ടിയെ സാത്താൻ കയ്യിലെടുത്ത ഒരാട്ടിൻകുട്ടിയെ എടുത്തു. പക്ഷെ ഞാൻ പിന്തുടർന്നു. കരടി പിടിച്ചുകൊണ്ട് പോയി. കരടി പിടിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അവൻ വന്ന എടുക്കും, തട്ടും, ഓടും. പക്ഷെ പിന്തുടരണം. നിന്റെ പ്രശ്നത്തിന്റെ മേൽ നീ പിന്തുടരണം. നീ ഓടേണ്ടി വരും. പ്രശ്നം കാണുമ്പോ ആ പ്രശ്നം കണ്ടല്ല ഓടേണ്ടത്, അതിന്റെ മുമ്പ് ഓടണം. നിന്റെ ഒരു അനുഗ്രഹത്തെ ശത്രു തട്ടിയെടുക്കുമ്പോൾ പോയെന്ന് പറഞ്ഞിരിക്കരുത്. കരടി ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അതിന്റെ ബാക്കിലോട്ട് ദാവീദ് ഓടിയ. യെസ്, നിന്റെ ആട്ടിൻകുട്ടിയെ നഷ്ടപ്പെടുമ്പോ നീ അതിനെ ലക്ഷ്യമാക്കി ഓടണം. വിട്ടുകൊടുക്കരുത്. വചനം പറയുന്നു, വിട്ടുകൊടുക്കരുത്. നിനക്കെതിരെ നിന്റെ അനുഗ്രഹത്തെ തട്ടിയെടുക്കുക ശത്രു നോക്കുമ്പോ നീ അടങ്ങിയിരിക്കരുത്. അതിന്റെ പിന്നാലെ പിന്തുടരണം. അതിന്റെ പിന്നാലെ ഒന്ന് പിന്തുടരുവാൻ. എന്നാൽ അതിന്റെ ബാക്കിലോട്ടൊന്ന് അല്ല, അതിനെ ഒന്ന് ഓടുമ്പോ പിന്തുടർന്നുകൊണ്ട് ദാവീദ് ഓടി. നമ്മളാണെങ്കിൽ പറയും, വന്ന് പിടിച്ചത് കരടിയ, ഒരാട്ടിൻകുട്ടിയാ. നമ്മളാണെങ്കിൽ പറയും, എന്റെ ജീവനാണ് വലുത്, കരടിയാണ്. ഇപ്പൊ ആടിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ, എന്നെ കൂടെ കൊണ്ടുപോകും. കരടിയുടെ അടുത്ത് ഒരാട്ടിൻകുട്ടിയെ രക്ഷിക്കുവാൻ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പറ്റത്തില്ല. പക്ഷെ ഇന്ന് പറയുകയാണ്, അഭിഷേകമുള്ളവന് പറ്റും. ദൈവത്തിന്റെ അഭിഷേകമുള്ളവന് പറ്റും. ദൈവത്തിന്റെ അഭിഷേകമുള്ളവന് പറ്റും. ദൈവം നിന്റെ കൂടെ ഇരുന്നാ പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിന്റെ മേൽ എന്തുണ്ടായിരുന്നു? അഭിഷേകമുണ്ടായിരുന്നു. ദൈവം കൂടെ ഇരുന്നു. ആ കൂടെ ഇരുന്ന സമയത്ത് പ്രതികൂലത്തിന്റെ മധ്യ പ്രതികൂലമാ അല്ലേ? ചില പറയും കൂനുമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ കൈ ഇരുന്നതും പോയി, കഷത്തിരുന്നതും പോയി, ഉത്തരത്തിൽ നിന്ന് എല്ലാം പോയി. ഇതെല്ലാം നഷ്ടപ്പെട്ട അനുഭവം നിൽക്കുമ്പോ, ഇന്ന് നഷ്ടപ്പെട്ട അനുഭവം നിൽക്കുമ്പോ നിനക്ക് ശത്രുവിനെ പിന്തുടരുവാൻ മനസ്സുണ്ടോ? നിന്റെ അനുഗ്രഹത്തെ മോട്ടിച്ചു കൊണ്ടുപോയ, നിന്റെ അനുഗ്രഹത്തെ തട്ടിയെടുത്ത ശത്രുവിനെ നിനക്കെതിരായിട്ട് ഒന്ന് പിന്തുടരുവാൻ മനസ്സുണ്ടോ? നിങ്ങൾ അനുഗ്രഹത്തെ തട്ടിയെടുക്കുന്ന സാത്താന്റെ ശക്തികളെ ഇന്ന് വെട്ടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ അടങ്ങിയിരിക്കരുത്. അല്ല, പോയതും പോട്ടതും പറഞ്ഞ് അടങ്ങിയിരുന്ന വീണ്ടും ഓരോന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ഓരോ ആട് പോയിരിക്കും. തുടക്കം പ്രതികരിച്ചാൽ, പക്ഷെ അവന്റെ വായിന്ന് പിടിക്കുമ്പോ തന്നെ അറിയാം ഇവ സാധാരണ ആളല്ലെന്ന്. അല്ല, തുടക്കം ഒരു അടി കിട്ടുമ്പോ മിണ്ടാതിരിക്കുമ്പോ കുഴപ്പമില്ല, അടിച്ചോട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പിന്നെ അങ്ങ് ശീലമാകും. ആമേ. അല്പം ഒന്ന് താഴുമ്പോ ശീലമാകും. പക്ഷേ വചനം പറയുന്നു, നിന്റെ പ്രശ്നത്തിന്റെ മധ്യേ നീ മുന്നേറുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് മുന്നേറാൻ നിനക്ക് ശക്തി തരും. നിന്റെ പ്രശ്നത്തിന് മുമ്പ് നീ മുന്നേറണം. അടങ്ങിയിരിക്കരുത്. കരടിയുടെ വായ്ക്കകത്ത് അകപ്പെട്ട ആട്ടുകുട്ടിയെ വിടുവിച്ചു. അത് എന്റെ നേരെ വന്നപ്പോ നോക്കിക്കൊള്ളണം, ആട്ടുംകുട്ടിയെ വിടുവിച്ചപ്പോ ആ കരടി തിരിഞ്ഞു പോയില്ല, എന്റെ നേരെ വന്നു. ഇപ്പോ കരടി പറയും, ശരി ആട്ടുംകുട്ടി നീ എടുത്തോ, നിന്നെ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആട്ടുംകുട്ടിയെ കരടി പറയാ, കരടി സംസാരിക്കുക, നീ ആട്ടുംകുട്ടിയെ കൊണ്ടുപോ, നീ ആട്ടുംകുട്ടി എടുത്തോ. എനിക്ക് ആട്ടുംകുട്ടിയെക്കാട്ടി ടേസ്റ്റ് മനുഷ്യന്റെ ഇറച്ചിയാ. ഹല്ലേലൂയ. ഇന്ന് നിന്നെ തകർക്കുമെന്ന് പറയുന്നിടത്ത്, നിന്നെ തകർക്കുമെന്ന് പറഞ്ഞെടുത്ത് ആ പ്രശ്നത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിന്നോട് മുമ്പിൽ നിൽക്കുന്ന അതിനെ താടിക്ക് പിടിച്ചു. എവിടെ പിടിച്ചു? താടിക്ക് പിടിച്ചു. ഒറ്റയാടി അപ്പഴുത്തിയിരുന്നു. ഒന്ന് വലിച്ചു കീറി, രണ്ട് ഒറ്റയാടി താടിക്ക് പിടിച്ചു.
അടിക്കേണ്ട മർമ്മം നോക്കി ശത്രുവിനെ അടിക്കണം. ശത്രുവിനെ, നിനക്കെതിരായി നിൽക്കുന്ന പ്രതികൂലത്തെ മർമ്മം നോക്കി നീ അടിക്കുമെങ്കിൽ ഒരു വിടുതൽ ഇന്ന് സംഭവിക്കും. നിന്നെ തകർക്കാൻ നിൽക്കുന്ന കരടി പോലത്തെ വിഷയത്തെ, ഒന്ന് സിംഹം പോലത്തെ വിഷയം അടുത്ത് വന്നിരിക്കുന്നു. കരടി പോലത്തെ വിഷയം ഇന്നിതാ മൂട്ടി വിടാൻ പോകുകയാണ്. ഇന്ന് മൂട്ടി വിടാൻ പോകണം. മൂട്ടിൽ ഇതാ നിലം പരിശയാകുന്നുണ്ട്. ഈ താടിക്ക് അടിച്ചു കൊന്നു. ഇവിടെ പറയുന്നു, വചനം പറയുന്നു, അടിച്ചു കൊന്നു. നിന്റെ പ്രശ്നത്തെ തകർത്തു. ന്യായാധിപന്മാർ 16:12 വാക്യം. പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്, ശിംശോനേ, ഫെലിസ്ത്യർ വരുന്നു എന്നവനോട് പറഞ്ഞു. അപ്പൊ ആര് ബന്ധിച്ചു? ഒരു സ്ത്രീ ബന്ധിച്ചു. ഹല്ലേലൂയ. ഇതാ ഒരു സ്ത്രീ ബന്ധിച്ചു. കയറുകൊണ്ട്, പുതിയ കയറുകൊണ്ട് ശിംശോനെ കെട്ടി. ആര് മുഖാന്തരം? ഒരു സ്ത്രീ മുഖാന്തരം. സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൂക്ഷിക്കുക. ഓ സൂക്ഷിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾ പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ട്, ഇതാ ഫെലിസ്ത്യർ വരുന്നേ എന്ന് പറഞ്ഞു. എന്നാൽ പതിയിരുപ്പുകാർ ഉൾമുറിയിൽ ഉണ്ടായിരുന്നു. അകത്ത് ആരുണ്ടായിരുന്നു? പതിയിരുപ്പുകാർ ഉണ്ടായിരുന്നു. നോയിക്കോളണം, നിന്നെ ബന്ധിക്കുന്ന മുമ്പേ പിശാച് അകത്ത് ആളെ കയറ്റി വെച്ചുകൊണ്ടായിരിക്കും ബന്ധിക്കുന്നത്. ഭയങ്കര വലിയൊരു ഡേഞ്ചർ വരുന്നുണ്ട്. അകപ്പെടാൻ പോകുന്ന പ്രതികൂലത്തിലേക്ക് ശത്രു ചില കെണികൾ ഒരുക്കുന്നുണ്ട്. പിശാച് ചില കെണികൾ ഒരുക്കുന്നുണ്ട്. ആമേ. അതിനകത്ത് പതിയിരുപ്പാർ ഉണ്ടായിരുന്നു. ഇവിടെ അവരെ മുറിക്കകത്ത് ഉൾമുറികളിൽ ഉണ്ടായിരുന്നു. അവനോ നോയിക്കോളം, ഈ ശിംശോനെ പുതിയ കയറ് വെച്ച് കെട്ടി. ഇപ്പോ ഫെലിസ്ത്യർക്ക് കൊടുക്കാം, ഇപ്പൊ ഫെലിസ്ത്യർ ഇവനെ തീർക്കും എന്ന് പറഞ്ഞു അവിടെ ആമേന്ന് പതിയിരുപ്പർ പിടിച്ചു കെട്ടി കൊടുക്കുക. ശിംശോനെ പിടിച്ചു കെട്ടി കൊടുക്കുക. നിന്നെ പിടിച്ചു കെട്ടി മറ്റുള്ളവർ ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിടിച്ചു കെട്ടി ഏൽപ്പിക്കുക. അതും വീണ്ടും പുതിയ കയറുമാറ്റി വരുന്നുണ്ട്. ഒന്ന് ചാരമായിട്ടുണ്ടെങ്കിൽ അടുത്ത് കെട്ടുവാൻ ആമേ ശത്രു ഒന്ന് ചാരമാക്കുമ്പോ അടുത്തൊരു കയറുമായി വരുന്നുണ്ട്. മറക്കരുത്. നിന്നെ പിടിച്ചു കെട്ടി നിന്റെ ശത്രുവിനെ ഏൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ അവനൊരു നൂൽ പോലെ തന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. അവിടെ ആദ്യം പരിശുദ്ധാത്മാവ് വന്നപ്പോ കരിച്ചു കളഞ്ഞു. എന്നാൽ കയറിനെ, ഈ വലിയ കയറിനെ, പുതിയ കയറിനെ അഭിഷേകമുള്ളവൻ ഒരു നൂലായിട്ട് കണ്ടു. നിന്റെ പ്രശ്നത്തെ നിനക്ക് നൂലായിട്ട് കാണാൻ പറ്റുമോ? നൂലായിട്ട് നിന്റെ കയ്യില് ചങ്ങലായിരിക്കും കിടക്കുന്നത്, പക്ഷെ നീ അത് നൂലായിട്ട് കാണണം. ഇത് വലിയ കയറായിട്ട് കാണരുത്, വലിയ ചങ്ങലയായിട്ട് കാണരുത്. പക്ഷേ എന്നും പ്രശ്നം, എന്നും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഈ പ്രശ്നം പറഞ്ഞ് അതിന്റെ വലിപ്പം കൂട്ടാതെ നിന്റെ പ്രശ്നത്തെ നീ നൂലായിട്ട് കാണണം. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. ഭവനത്തിനകത്തിരുന്നാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ആലയത്തിൽ വരുമ്പോ, അകത്ത് അപ്പന്റെ അടുക്കൽ വരുമ്പോ നിന്റെ പ്രശ്നത്തെ നൂലാക്കി മാറ്റുന്നുണ്ട്. അത് കയ്യിൽ നിന്ന് ആര് പൊട്ടിച്ചു കളയുന്നു? ബന്ധനങ്ങൾ പൊട്ടിക്കണം. ദൈവമക്കളിൽ നിന്ന് പൊട്ടിക്കാൻ തയ്യാറാകണം. നിന്റെ പ്രശ്നത്തെ പൊട്ടിക്കണം. ആര് പൊട്ടിക്കണം? നിന്നിൽ കെട്ടിയ കെട്ടുകൾ. ചിലർ അറിഞ്ഞു വെച്ചുകൊണ്ട് ചില കെട്ടുകൾ കെട്ടും. ആ കെട്ടാണ് മുടിഞ്ഞ കെട്ട്, ഒരിക്കലും അഴിയത്തില്ല.
പ്രൈസ് ഹല്ലേലൂയ. മുടിഞ്ഞ കെട്ടെന്ന് പറഞ്ഞാൽ മുടിച്ചിലിട്ട കെട്ടാണ്, മുടിച്ചിന്റെ മേൽ മുടിച്ച കെട്ടാണ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി പോയാ കൊള്ളാം. ഹല്ലേലൂയ. ചെന്ന് എവിടെയെങ്കിലും തലകൾ കൊണ്ട് വെച്ച് കൊടുക്കുമ്പോ കെട്ടുകൾ ഇടും. പ്രൈസ് ലോ. അറിഞ്ഞുകൂടാത്തടത്തൊക്കെ തല കൊണ്ട് വെച്ച് കൊടുക്കുമ്പോ കെട്ടിട്ട് പൂട്ടി അടിമയാക്കുന്ന പദ്ധതികള് അവരെ അടിമയാക്കുമ്പോ പറ, ഇത് അടിമയാക്കേണ്ടതല്ല. ഈ അഭിഷേകം അടിമയാക്കാൻ പറ്റത്തില്ല. അടിമത്തെ നുകത്തെ തകർക്കുന്ന അഭിഷേകം. നീ ഞാനൊരു ദൈവ പൈതല. അടിമത്തത്തിന്റെ നുകത്തിന്റെ അമ്മിക്കയറുകളെ അറുത്തെറിയുന്ന അഭിഷേകം. ഞാൻ 2025 ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, എത്ര മറച്ചു പിടിച്ചാലും 2025 ദൈവം പുറത്തെടുക്കും. ആ ദൂത് അതിങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി 25 നോക്കാം, യൂട്യൂബിൽ നോക്കാം. ആമേ ഹല്ലേലൂയ. അറിവിടാത്തവർ സതീഷ് സാന്ത്വനം എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുമ്പോ അതിനകത്ത് ഈ വർഷത്തെ ദൂത് അതിനകത്തുണ്ട്. എത്ര മറച്ചു പിടിച്ചാലും 2025 ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന്. ഈ ദൂതാണ് എന്നെ പുറത്തെടുത്തത്. ദൈവ പൈതലെ, ഈ ദൂതാണ് എനിക്ക് എന്ന ദൂതാണ് എന്നെ പുറത്തെടുത്തത്. മറച്ച് വെച്ച് നിന്നെ ആരെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? നിന്റെ അനുഗ്രഹം പുറത്തു വരാതെ മറച്ചു പിടിക്കുന്നുണ്ടോ? നിന്നെ കൂടെ നിർത്തിയിട്ട് മറച്ചു പിടിക്കുന്നുണ്ടോ? നിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാതെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇന്ന് പറ, ദൈവം നിന്നെ പുറത്തെടുക്കാൻ സമയമായി. കൈപിടിച്ച് പറ, എന്നെ നിന്നെ പുറത്തെടുക്കാൻ സമയമായി. 2025 ദൂത. എത്ര മറച്ചു വെച്ചാലും ഇതാ മറച്ചു വെക്കാൻ ഒരു പരിധിയുണ്ട്, അല്ലേ? മറച്ചു വെക്കാനും മാറ്റി നിർത്താനും പരിധിയുണ്ട്. ഒരു അഭിഷേകം നിന്റെ മേൽ വരുമ്പോ ഇതാ 7-ാം മാസം ഞാൻ പ്രവചിച്ചു പറയുന്നു, 2025 7-ാം മാസം ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. ഓ, തീന്ന് ചില വലിച്ചെടുത്ത് ചില തീക്കൊള്ളിയായിട്ട് ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മറച്ചു വെച്ചവർ നിരാശപ്പെടാൻ പോകുകയാണ്. മറച്ചു വെച്ചവർ താടിയിൽ കൈ കൊടുത്തിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോ നിന്നെ കെട്ടിവെച്ച പ്രശ്നത്തെ നൂല് പോലെ കണ്ടിട്ട് ഇതാ പറയുന്നത്, കയ്യിൽ നിന്ന് പൊട്ടിച്ചു കളയുന്നു. ഇന്ന് കയ്യിൽ നിന്ന് മാത്രമല്ല, നിന്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടിക്കണം. നിന്റെ ബുദ്ധിമുട്ടിനെ കെട്ട് പൊട്ടിക്കണം. അനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ പുറത്തു വരാൻ കഴിയാതെ, വിളിച്ച വിളി അനുസരിച്ച് കഴിയാതെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ദൈവസഭയോട് പറയുന്നുണ്ട്, ഇന്ന് കെട്ട് എവിടെയാ? ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ദൈവപൈതൽ അറിഞ്ഞുകൂടാത്തവരോട് പറയുക, ഇന്ന് തലമുറയ്ക്കെതിരായിട്ടും കുടുംബത്തിനെതിരായിട്ടും ശത്രു കെട്ടിയിരിക്കുന്നത് ഇന്ന് നിങ്ങളെ സാധാരണ കയറിട്ടല്ല കെട്ടിയിരിക്കുന്നത്. പുറത്തുള്ള കെട്ട് എല്ലാവരും കാണും, അകത്തുള്ള കെട്ട് ആര് കാണും? ദൈവം കാണും. ഇന്ന് പുറത്തുള്ള കെട്ട് എല്ലാരും പുറത്തുള്ള കെട്ട് നോക്കും, പക്ഷെ അകത്തുള്ള കെട്ട് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. നീ ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ, ഇന്ന് നിലവിളിക്കുമെങ്കിൽ, ചിലപ്പോ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും, ചിലപ്പോ ഉപവസിക്കേണ്ടി വരും, ചിലപ്പോ 2-3 ദിവസം ഉപവസിക്കേണ്ടി വരും. കാര്യം എന്താണ്? ഈ കെട്ട് പൊട്ടണമെങ്കിൽ സാധാരണ കെട്ടല്ല കെട്ടിയിരിക്കുന്നത്. നീ ഒരു കാലത്തും പുറത്തു വരാൻ പാടില്ല. നീ ഒരിക്കലും നന്നാവാൻ പാടില്ല. നീ എന്നെക്കാട്ടിലും വളരാൻ പാടില്ല. ചിലർക്ക് ഭാവമുണ്ട്, എന്നെക്കാട്ടിലും എവിടെയൊക്കെ ഒതുക്കാൻ പറ്റുമോ, എവിടെയൊക്കെ ഞെരുക്കാൻ പറ്റുമോ, അവിടെ നല്ല ദൈവം പുറത്തെടുക്കാൻ പോകുകയാണ്. ഓ ദാവീദിന്റെ മേൽ അഭിഷേകത്തെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെ ശിംശാന്റെ മേൽ വലിയ കെട്ടിനെ അവൻ നൂലുപോലെ പൊട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേൽ കിടക്കുന്ന ബുദ്ധിമണ്ഡലത്തിലെ കെട്ടുകളെ നിങ്ങൾ നൂലുപോലെ പൊട്ടിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കണമോ? നിന്റെ പ്രശ്നത്തെ നൂലുപോലെ നീ പൊട്ടിക്കണം. ആമേ ഹല്ലേലൂയ. നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യണം, ദൈവം ചെയ്യേണ്ട ദൈവം ചെയ്യും. ചിലർ പറയും, ചിലർ മനസ്സിലുണ്ട്, ദൈവം വന്ന് എല്ലാം വന്ന് ചെയ്തതാ. ഇല്ല, ദൈവം എല്ലാം ചെയ്തു തരത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലതുണ്ട്.
നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കണം. ലാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു കെട്ടഴിച്ചു വിടാനാ പറഞ്ഞത്. പല അത്ഭുതങ്ങളും ബൈബിൾ നോക്കുമ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ല ദൈവം എല്ലാം ശരിയായിട്ട് നമ്മളെല്ലാം ശരിയായിട്ട് വാരി ഉരുട്ടി വായിക്കാത്ത വെച്ച് തരും എന്ന് പറഞ്ഞിരിക്കരുത്. ഇന്ന് ആരെങ്കിലും നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലാ, ഇന്ന് ഞാൻ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മേൽ വിടുതൽ സംഭവിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തലമുറ മേൽ വിടുതൽ സംഭവിക്കും. സഭദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുവനന്തപുരം പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോക രാഷ്ട്രങ്ങളുടെ പ്രാർത്ഥിക്കണം. നിന്റെ പ്രശ്നത്തെ നൂല് പോലെ പൊട്ടിക്കുന്നു. ഇത് പൊട്ടുമ്പോ പറയും എനിക്ക് യേശുവിനെ സ്വീകരിക്കുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. ആ ബന്ധനത്തിന്റെ കെട്ടുകളെ ആത്മമണ്ഡലത്തിലെ വിടുതെടുക്കാൻ കഴിയാതെ ശത്രു മറച്ചു വെച്ചതിന് യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നത്തെ പൊട്ടിക്കുക. പുതിയ കയറിട്ട് കെട്ടിയപ്പോ ശിംശാൻ നൂലുപോലെ അതിനെ കയ്യിൽ നിന്നും എടുത്തു കളഞ്ഞു. നിന്റെ വലിയ പ്രശ്നത്തെ നൂലുപോലെ എടുത്തു കളയണം. പുതിയ കയറിട്ടാണ് ശത്രു കെട്ടിയത്. നിനക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു പുതിയ കയറിട്ട് കെട്ടുമ്പോ അഭിചാരം ചെയ്യുന്നവരോട് പറയാ, മന്ത്രവാദം ചെയ്യുന്നവരോട് പറയാ, നീ എത്ര മന്ത്രവാദം ചെയ്ത് കെട്ടിവെച്ചാലും എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് നൂലുപോലെ ഊരിക്കളയത്തക്കവണ്ണം. നിനക്കെതിരായിട്ട് എത്ര മന്ത്രവാദ അഭിചാരം ചെയ്തു വെച്ചാലും. ചിലർക്ക് ഭയങ്കര അതിശയമാണ് ഈ മന്ത്രവാദം ചെയ്യുന്നവരെ. ചെയ്തിട്ട് ഇവരെ നോക്കും, ഇവർക്ക് അതിൽ കുഴപ്പമുണ്ടാന്ന്. അവര് നോക്കുമ്പോ നമ്മൾ തവളക്കുട്ടി ചാടും പോലെ ചാടയാണ്, അല്ലെ മാൻകുട്ടി ചാടും പോലെ. അവര് പറഞ്ഞു ഇവർക്കൊന്നും യാക്കുന്നില്ലല്ലോ. എന്റെ പൊന്നു മന്ത്രവാദികളെ, ഞങ്ങള് നൂലുപോലെ ഊരി കളയണുണ്ടാ. പക്ഷേ ഞങ്ങൾ ഊരിക്കളയണതിന് നിനക്ക് ചങ്ങലയായി മാറുന്നുണ്ട്. ഇത് ചങ്ങലയായിട്ട് ശത്രുവിന്റെ മേൽ വീഴും. നിന്റെ പ്രശ്നത്തെ നൂലുപോലെ ഊരിക്കളയണം. ചിലതിനെ പൊട്ടിക്കണം. പൊട്ടിക്കാൻ പകൽക്കാലം തയ്യാറാവണം. പൊട്ടിക്കാൻ പറയുമ്പോ എവിടെയൊക്കെ പൊട്ടണമെന്ന് ആലോചിക്കണം. ഇവിടെ ഇരുന്ന് പൊട്ടുമ്പോ വീട്ടിനകത്തിരുന്ന് പലതും പൊട്ടും. താലോലിക്കുന്നത് വൈകുന്നേരമൊക്കെ താലോലിക്കൂലേ, അതൊക്കെ ആത്മാവ് കാണിക്കുക. ദൈവഹിതമില്ലാത്തതിനടുത്ത് തീയിലിടണം. ദൈവത്തിന് ആത്മാ പരിശുദ്ധ പറയുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പോലും നിന്റെ ഭവനത്തിനകത്തിരിക്കരുത്. നിന്റെ ഹൃദയത്തിനകത്തിരിക്കാൻ പാടില്ല, ഭവനത്തിനകത്തിരിക്കാൻ പാടില്ല. നിന്റെ ഹൃദയത്തിനകത്ത് വിടുതൽ നടക്കുന്ന അനുസരിച്ച് നിന്റെ ഭവനത്തിനകത്ത് വിടുതൽ സംഭവിക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ഒന്നും നിന്റെ ഹൃദയത്തിനകത്ത് ഇരിക്കാനും പാടില്ല, നിന്റെ ഭവനത്തിനകത്ത് ഇരിക്കാൻ പാടില്ല. ഇരുന്നാൾ അത് ചങ്ങല പോലെ മാറും. ചങ്ങല പോലെ മാറും. അത് നിന്നെ തകർക്കും. നിന്നെ സിംഹം പോലെ നിന്റെ മുമ്പിൽ വന്ന് വീഴും. കരടി പോലെ നിന്റെ മുമ്പിൽ വന്ന് വീഴും. അവിടെ കിടന്നപ്പെടും. അവിടെ പെട്ടുപോകാതിരിക്കുവാനാ പൊട്ടിക്കേണ്ടത് പൊട്ടിക്കുവാൻ. അഴിച്ചു കളഞ്ഞ് നീ പറ, നുകത്തിന്റെ അമ്മയ്ക്കേറെ പൊട്ടിക്കേണ്ട അഭിഷേകം ആരുടെ മേലുണ്ട്? എന്റെ മേലുണ്ട്, നിന്റെ മേലുണ്ട്. തലമുറക്കെതിരേറ്റ് കുഞ്ഞുങ്ങളെ ഭാവി മണ്ഡലത്തിൽ കെട്ടിവെച്ച് അനുഗ്രഹമില്ലാതെ ഇന്ന് മൊബൈലിന് അഡിക്റ്റായി, ഇന്ന് പല പാപത്തിന്റെ അടിമയായി മാതാപിതാക്കൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവ സാന്നിധ്യം ഇറങ്ങും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഒരു മഹത്വത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളെ തലമുറ തിരിച്ചു പിടിക്കണം. നിങ്ങൾ ആത്മീയയിൽ നിങ്ങളെ കൂടെ ചേർത്ത് പിടിക്കണം. അല്ല പോയത് പോട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നില്ല. ദാവീദ് തന്റെ അപ്പന്റെ ആടിനെ പോയെന്ന് പറഞ്ഞില്ല. അപ്പന്റെ ആട് എന്റെ ആടായിട്ട് കണ്ടു. അപ്പന്റെ ആട് എന്റെ ആടായിട്ട് കണ്ടുകൊണ്ട് പോയതിന്റെ ബാക്കിൽ ചെന്ന് കരടിയുടെ വായിക്കാത്തത് പിടിച്ചെടുത്തത് പോലെ ഇന്ന് ചില അനുഗ്രഹത്തെ പിടിച്ചെടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. പോയത് പോട്ടെ എന്ന് പറഞ്ഞിരിക്കരുത്.
ഇറങ്ങണമെന്നേ. ദൈവത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങണം. ദൈവത്തിന് വേണ്ടി നീ പ്രവർത്തിക്കാൻ ഇറങ്ങണം. ദൈവനാമത്തിന് വേണ്ടി ഒന്ന് ഓടുവാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശത്രുവിനെ, നിനക്കെതിരായി നിൽക്കുന്ന ശത്രുവിനെ നിന്റെ കയ്യിൽ ആട്ടുംകുട്ടിയെ വലിച്ചു കീറും പോലെ പ്രശ്നത്തെ വലിച്ചു കീറുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനല്ല സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് കടന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിലൂടെ കേൾക്കുന്ന മന്ന ടിവിയുടെ മീഡിയ ടുഡേയുടെയും യൂട്യൂബിൽ ചാനൽ സകലവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവരെ പ്രശ്നത്തെ നൂല് പോലെ അഴിച്ചു കളയുവാൻ, ചിലതിനെ പൊട്ടിച്ചു കളയുവാൻ, ചില തീയിലത്ത് എരിച്ചു കളയുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ മാസം പുതിയ അനുഗ്രഹത്തോടെ കയറണം കർത്താവേ. കൂടുതൽ വിടുതലാവട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കണമേ. ചില ശാപത്തിന്റെ കെട്ടുകൾ, പാരമ്പര്യത്തിന്റെ കെട്ടുകൾ ദൈവം തകർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്വതന്ത്രനാവട്ടെ അപ്പ. വരാൻ പോകുന്ന ദിവസത്തിന്റെ മേൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ഒരു വിടുതൽ സംഭവിക്കത്തക്കവണ്ണം ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണം, സകലവരെ അനുഗ്രഹിക്കണം. ഇവിടെ വന്ന ആടുകളെ വലിച്ചുകൊണ്ട് പോകുന്ന ചില കരടി പോലത്തെ വിഷയത്തെ ഇന്ന് സഭ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്ന് വരുന്ന ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന കരടി പോലത്തെ വിഷയത്തെ ദൈവസഭ ഒരുമിച്ച് ഇറങ്ങാൻ പോകുകയാ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ നിലവിളിക്കുന്നു, കർത്താവേ ഞങ്ങളെ അയക്കണമേ. ഇന്ന് വലിയ വിടുതലുകൾ എല്ലാവരുടെ മേൽ സംഭവിക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾക്ക് യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.